അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി ഞാൻ എൻ്റെ റൂം മൊത്തം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇതിപ്പോൾ അച്ഛൻ അവിടെ വൃത്തിയാക്കും. ഇപ്പോൾ എൻ്റെ പുതിയ ബാഗ് പച്ചക്കളറിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ 4 കമ്പാർട്ട്മെന്റ് ആയിരിക്കും. ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവിടെയും കുറെ സാധനം വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ ബുക്കോ പെൻസിലോ വെക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇവിടെ എൻ്റെ നോട്ട്ബുക്സും പൗച്ചും പിന്നെ എൻ്റെ ടെക്സ്റ്റ് ബുക്കും ഫയൽസും ഇവിടെയാണ് വെച്ചത്. ഇതെൻ്റെ അനിയത്തിയുടെ ബാഗാണ്. ഇതെൻ്റെ അൻഷുവിൻ്റെ ബാഗാണ് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവിടെ നമുക്ക് അതിന്റെ പെൻസിലോ പെന്നോ പൗച്ചോ വെക്കാൻ പറ്റും. ഇവിടെ അതേപോലെ പെൻസിലും ഇറേസറും ഷാർപ്പനറും വേസ്റ്റുകളും ഇടാൻ പറ്റും. അപ്പം എൻ്റെ സ്കൂളിൽ നിന്ന് അതിനൊരു കുഞ്ഞ് ഡിക്ഷണറി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇത്ര തിക്കായിട്ടില്ല. ഇങ്ങനത്തെ കുറേ വേർഡ്സ് ഉണ്ട്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ബുക്സ്. ഇതിങ്ങോട്ട് കുറേ ഉണ്ട്. ഇതിപ്പം എൻ്റെ ബുക്കിന്റെ ഹാഫ് മാത്രമാണ്. ബാക്കി ബുക്സ് ആകെ ഞാൻ കൊണ്ടുപോകുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്ര ബുക്സ് ഞാൻ കൊണ്ടുപോകും. ടെക്സ്റ്റ് ബുക്സും പിന്നെ കുറച്ച് നൂലുള്ള ബുക്സും ഞാൻ കുറച്ച് കൊണ്ടുപോകും. അത് മൊത്തം കൊണ്ടുപോയി ഇതിപ്പം ഞാൻ ഈ ഒരു പിക്ചേഴ്സ് ഒട്ടിച്ചത് അഥവാ നമുക്ക് ഗവൺമെന്റ് ടെക്സ്റ്റ് ബുക്ക് ചിലപ്പോൾ തരും. അത് അവർ ചിലപ്പോൾ എമർജൻസി ആയിട്ട് പഠിപ്പിക്കും ചിലപ്പോൾ. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ തരുന്നുണ്ടെങ്കിൽ ഇതേപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചതാണ്. ഇതെന്റെ റൂം ഡെക്കോറാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ബോക്സ്. ഇതാണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വെക്കാൻ നോക്കുന്നത്. ഇവിടെ ഞാൻ ക്ലാസ് ബോക്സ്. ഇപ്പൊ ഞാൻ വെക്കുന്നത് അത് വൃത്തിക്ക് നിൽക്കാൻ പറ്റും, നല്ലോണം എടുക്കാനും പറ്റും കേട്ടോ. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഇതാണ് കേട്ടോ സാധനം. ഇത് ഞാൻ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് അതിന് ഇതേപോലെ മുറിക്കണം. മുറിച്ച് കഴിഞ്ഞിട്ട് റാപ്പർ എടുത്ത് പൊതിഞ്ഞാൽ നല്ല ഇത് കണ്ടോ, ഭയങ്കര ക്യൂട്ട്. ഇഷ്ടപ്പെടുമ്പോ പിങ്ക് ആക്കാം, ചിരിക്കും. സങ്കടം വരുന്നു. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് എൻ്റെ പിറന്നാളിന് ഗിഫ്റ്റ് തന്നതാണ്. ബസ്സിന്റെ ജോമെട്രി ബോക്സ്. ഇവിടെ ഷാർപ്നർ ഇടാം. അതിന്റെ വേസ്റ്റ് നമുക്ക് ഇവിടെ നിർത്താൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുഞ്ഞു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. ഇവിടെ കുഞ്ഞു പെൻസിലോ സ്കെയിലോ വെക്കാം. ഇവിടെ പെൻസിൽ, ഇറേസർ, ഷാർപ്നർ, വേസ്റ്റ് അങ്ങനെ വേണം. പിന്നെ ഇവിടെ ഒരു സ്ഥലം വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ രാവിലെ നാട്ടിൽ നിന്ന് വന്നതാണ്. ഇത് റൈസ് മൊത്തം പൊടി വെച്ചിട്ടാണ്. നമുക്കത് വൃത്തിയാക്കാം. അൻഷു ഹെൽപ്പ് ചെയ്യുന്നേ? എൻ്റെ അമ്മയുടെ വൃത്തിയാക്കാം. അത് ഞാൻ സ്പെൽ ചെയ്ത് LKG 100% കിട്ടിയതുണ്ട്. പ്രൈസ് കിട്ടിയതന്നെ. നസർ കൊടുക്കണേ. അമ്മ എന്നെ ഇതാണ് ചെറുപ്പത്തിലുള്ള പ്ലേ സ്കൂൾ അല്ല, പ്ലേ സ്കൂള് നമ്പർ അല്ല, പ്ലേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആ ബർത്ത്ഡേ അല്ല, 6. ഇനി മെഡൽ ആക്കണ്ടേ? ഇനി ഞാൻ മെഡലാണ് വൃത്തിയാക്കാൻ പോകുന്നത്. ഓരോ പ്രൈസിന്റെ സൈസ് വെച്ചിട്ട് പൊടിയാവുന്നുണ്ട്. എവിടെയും ഇപ്പൊ
എങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ യൂണിഫോം മേടിക്കുന്നതും ബാക്കിയെല്ലാം പറയും. യൂണിഫോം ഞാൻ പറയാം അങ്ങനെ ഇനി ഇത് ചാച്ച വൈറ്റ് Well, thank you everyone. Bye. Ta-ta.